ബാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ബോറോ ചെയ്യാൻ ശ്രമിക്കരുത്. കഴിയുന്നതും ബോറോ ചെയ്യേണ്ടെന്നുള്ളതല്ല, നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രമേ കടമെടുക്കാവുള്ളൂ. അതിനുള്ള ഇൻട്രസ്റ്റും കൂടി കൊടുത്തിട്ട് നമ്മുടെ ബിസിനസ് വയബിളാക്കി കൊണ്ടുപോകാൻ തന്നെ നോക്കണം. പലയിടത്തും നമ്മൾ കാണുന്ന പൈസ എവിടെ നിന്നെങ്കിലും കിട്ടാമെന്നുണ്ടെങ്കിൽ അതെല്ലാം മേടിക്കുകയാണ്. മേടിച്ചിട്ട് എന്ത് ചെയ്യും? പല കാര്യങ്ങൾക്ക് വേണ്ടി ഡൈവേർട്ട് ചെയ്യും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. ബിസിനസ്സും ഓണർഷിപ്പും രണ്ടായിട്ട് കണ്ടില്ല എങ്കിൽ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കടമായിട്ട് കിട്ടുന്ന പൈസ നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അതായത് കാറും അടുത്തയാളുടെ വീട്ടിലെ കാറ് വലുതായി, അപ്പോൾ കാറ് വലുത് മേടിക്കണം, നല്ല വീട് വെക്കണം. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ലാഭത്തിൽ നിന്നാണ് പിന്നെയും പോട്ടെ. ഇത് ബിസിനസ്സിൽ നിന്ന് ലോൺ എടുത്ത് ആ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഫണ്ടമെൻ്റലി ഇതൊക്കെ റോങ് ആണ്. അപ്പോൾ നമ്മൾ അധികം ബോറോ ചെയ്യാൻ നോക്കരുത്. പല സ്ഥലത്തും കാണുന്ന ബോറോ ചെയ്യാൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് ക്യാപിറ്റൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്കൊക്കെ ബൂസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും, ഡെറ്റേഴ്സ് ബൂസ്റ്റ് ചെയ്ത് കാണിക്കും. ഇല്ലാത്തപ്പോൾ 2 കോടി സ്റ്റോക്ക് ഉള്ളത് 6 കോടിയാണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യും. കിട്ടാൻ 1 കോടി ഉള്ളത് 4 കോടിയാണെന്ന് പറഞ്ഞ് കാണിക്കും. ഇതെല്ലാം കൂടെ കാണിച്ച് അതിൻ്റെ 70% 80% ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. എന്ത് ക്രിമിനൽ ആക്ഷനാണ് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് എലിജിബിൾ അല്ലാത്ത സാധനം, ഈ ബിസിനസ് നോംസിൽ പെടാത്ത ഒരു സാധനം നമ്മൾ ലോൺ എടുക്കുന്നു, എന്നിട്ട് അത് ഡൈവേർട്ട് ചെയ്യുന്നു സ്വന്തം ആവശ്യത്തിനും ചെലവിനും കല്യാണത്തിനും വീട് മേടിക്കാനൊക്കെ ആയിട്ട്. ഇങ്ങനെയുള്ള ബിസിനസ്സുകളെ എങ്ങനെ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് സെക്കൻഡ് ജനറേഷനിലേക്ക് പോകും നിങ്ങൾക്ക് ആലോചിക്കാമെന്ന് മാത്രമേ ഉള്ളൂ.